മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഫുട്ബോൾ പിവറ്റുണ്ട്. ബ്രോ സുഖാണോ? സുഖമാണോ ചോദിച്ചാൽ അതെ, അടിപൊളി മൂഡിലാണ് ഇന്നത്തെ മാച്ചിന് ശേഷം. എന്തൊക്കെയാണ് ബ്രോ സംഭവിക്കുന്നത്? റയലിനെ ഇങ്ങനെ തോൽപ്പിക്കുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ് കാണുന്നത്. 5-2 എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാരകമായിട്ടുള്ള വിജയമായിരുന്നു. അപ്പോ അതെ, ഹാപ്പിയാണോ? എന്താണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? ഹാപ്പിയാണ്, സർപ്രൈസും ആണ്. കാരണം നമ്മള് ഇവരെ ഫസ്റ്റ് ടൈം നേരിട്ടതിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയാ സിങ്കായിട്ടുള്ള റയലാണ്. ഇപ്പം ലാസ്റ്റ് മാച്ച് ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ 4-0 ബെർണബേയിൽ നിന്ന് തോൽപ്പിച്ചു. പക്ഷെ ആ സമയത്ത് വേറൊരു മോശം ഡിപ്പിലായിരുന്നു നമ്മൾ നോക്കാനായിട്ട്. അവർ ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എംബാപ്പെ ഫോം ഔട്ട് ആയിരുന്നു. ബെല്ലിംഗമിന്റെ റൈറ്റ് പൊസിഷൻ ഏതാണെന്നുള്ള ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഓവറോൾ ടീമിന്റെ മെന്റാലിറ്റി അവരുടെ ആണ്. പക്ഷെ റീസെന്റ് നമ്മൾ നോക്കാനായിട്ട് ലീഗിൽ ബാർസലോണേക്കാൾ കുറച്ചുകൂടെ ഫോമിലാണ് ഇപ്പൊ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ അന്യ മാരക ഫോമിലാണ്. കമ്പയർഡ് ടു ബാർസലോണ അവർ ഡ്രോസ് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ ബാർസലോണ തോൽവികൾ വരുമ്പോൾ അവർ ഡ്രോസ് ആണ് കൂടുതലും. പിന്നെ വിജയം രണ്ടുപേരും ബാർസലോണയെക്കാളും റീസെന്റ് ലാസ്റ്റ് 5-6 മാച്ചസ് നോക്കാനായിട്ടാണ് വിക്ടറീസ് കൂടുതൽ റയൽ മാഡ്രിഡ് ആയിരുന്നു. അങ്ങനെ എംബാപ്പെ ഫോമിലായിരുന്നു, ബെല്ലിംഗമിന്റെ എക്സാക്ട് റോള് സെറ്റായി, വാൽവേർഡെ ഫോമിലായിരുന്നു, റോഡ്രിഗോ എല്ലാം സെറ്റായി വരുന്നത്. വിനീഷ്യസ് ജൂനിയർ കുറച്ച് ഫോം ഔട്ട് ആയിരുന്നു. പക്ഷെ എന്നാലും ബാക്കി എല്ലാവരും അത്യാവശ്യം ടീം സെറ്റായി ജെല്ലായി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു മാച്ചില് ഈ ഒരു ഫൈനലിൽ വന്നിട്ട് ജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ബാർസ ഫാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ 5-2 ഒക്കെ ഒരു വിജയം നേടുമെന്നൊന്നും ഓർത്തില്ല. അതും ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് പുറകെ പോയതിനു ശേഷം 4 തിരിച്ചടിക്കുക. സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി റെഡ് കാർഡ് കിട്ടിയിട്ടും പിടിച്ചു നിന്നു. ആ റെഡ് കാർഡ് കിട്ടി ആ ഫ്രീ കിക്ക് കൺസീഡ് ചെയ്ത് ഗോൾ കയറ്റിയതിനു ശേഷം മേ ബി കംബാക്ക് നടത്തുന്ന ഒരു പേടി വന്നു. പക്ഷെ എന്നാലും 10 പേരുമായിട്ട് പ്രോബ്ലി ഗെയിം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു. അതിന് അധികം ചാൻസ് കൊടുത്തുമില്ല. 10 പേരായതിനു ശേഷം നല്ല ഗെയിം മാനേജ്മെന്റ് സ്ട്രാറ്റജിയും കാണിച്ചു. സോ ഓവറോൾ ഐ എം റിയലി ഹാപ്പി. അതിലൊരു സർപ്രൈസുമാണ് ഈ ഒരു റിസൾട്ട്. സത്യം പറഞ്ഞാൽ റഫീനൊക്കെ എന്തെങ്കിലും ശക്തി മരുന്നെങ്കിൽ കലക്കി കൊടുത്തിട്ടുണ്ട് ഈ സീസൺ. പുള്ളിയുടെ പൊസിഷൻ, ഹെഡർ, അസിസ്റ്റ്, ഗോള് പിടിച്ചാ കിട്ടാത്ത ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ ക്യാപ്റ്റന്റെ ആമ്പാനും കൂടി കിട്ടിയതോടെ പുള്ളി സത്യം പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫോം ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറിയെന്ന് പറയേണ്ടി വരും. അതെ, പുള്ളി ഫ്ലിക്കിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ട്. പുള്ളിക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഐറ്റമാണ്. പുള്ളിക്ക് ഡയറക്റ്റ് റൺസ് നടത്താനായിട്ടുള്ള ഒരു ഫ്രീഡം റാദർ ദാൻ എന്നാ പറയാ ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യുക. നമുക്കറിയാം ചാവിയുടെ അണ്ടറും പുള്ളി കുറച്ച് ഇത്രയും ഡയറക്റ്റ് ആയിട്ട് കളിക്കാനുള്ള ഫ്രീഡം റഫീനയ്ക്ക് ഇല്ലെന്ന്. ചാവിയുടെ അണ്ടറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഓൺ ദ ബോൾ ഡിമാൻഡ് ചെയ്യാം, കുറച്ചുകൂടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടൊക്കെ ഡിമാൻഡ് വരും. പക്ഷെ ഇവിടെ കൂടുതലും ഡിമാൻഡിങ് ആണ്. പക്ഷെ മോർ ദാൻ ദാറ്റ് പ്രസ്സിംഗിലാണ് ഹാൻസി ഫ്ലിക്ക് കൂടുതലും നമുക്കറിയാം ഫ്രണ്ട് ത്രീനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ വിത്തൗട്ട് ദ ബോൾ പ്രസ്സിംഗ് സൂപ്പർ ആയിരിക്കണം. ആൻഡ് വെൻ എവർ ദിസ് ബോൾ സ്പേസസ് ഉണ്ട് റൺ നടത്തുക, ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അത് റഫീന ആ കാര്യത്തിൽ പ്രസ്സിംഗിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എസ്പെഷ്യലി ബോളുമായിട്ട് ഫോർവേഡ് റൺ നടത്തുന്ന കാര്യത്തിൽ പുള്ളി സൂപ്പറാണ്. സ്പേസ് കിട്ടുവാണെങ്കിൽ അപ്പുറത്ത് യമാലും ലെവൻഡോസ്കിയും പുള്ളിനെ നല്ലപോലെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ലെവൻഡോസ്കിയുടെ പെർഫോമൻസ് അണ്ടർ റേറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി യമാലിനും റഫീനയ്ക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, റുഡിഗറിനെ ഗെയിമിൽ നിന്ന് വലിച്ചു മാറ്റുന്ന കാര്യത്തിൽ പലപ്പോഴും റുഡിഗറിനെ ഇന്നലെ ക്ലിയർലി നമുക്ക് കാണായിരുന്നു. റുഡിഗറിനെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, എവിടെ ലെവൻഡോസ്കി ഒന്ന് ഫോളോ ചെയ്തോ പക്ക ഇൻസ്ട്രക്ഷൻ ആൻസറോട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ മിനിറ്റുകളിൽ വർക്കായി. പക്ഷെ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ലെവൻഡോസ്കി കുറച്ചുകൂടി ഒരു ടീം പ്ലെയർ ആയി ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. റുഡിഗറിനെ വെച്ച് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഫസ്റ്റ് ഗോളൊക്കെ അതിനുള്ള ഉദാഹരണമാണ്. ആൻഡ് റഫീന മാൻ ഒന്നും പറയാനില്ല. റഫീനയുടെ പെർഫോമൻസ് ആ ക്യാപ്റ്റൻസ് ആമാൻ പുള്ളിയാണ് ഇപ്പൊ ഡിസർവ് ചെയ്യുന്നത് എല്ലാരേക്കാൾ ഉപരി. അമ്മാതിരി പ്രസ്സിങ്, അമ്മാതിരി കഴിഞ്ഞ മുമ്പത്തെ കളികളിലൊക്കെ ആള് ഫിനിഷിംഗ് ഒരു അല്പം മോശമായപ്പോൾ ഡൗൺ ആവുമോ എന്നൊരു പേടി ബാർസലോണ ഫാൻസിന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആൾ ആ ഇന്റൻസിറ്റി കൊടുക്കുന്നതായിരുന്നു. ആള് തിരിച്ചു വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് റയൽ മാഡ്രിഡ് മാച്ചിൽ തന്നെ അത് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ്. ഓവറോൾ ബാർസലോണ ടീമിലെ ഇൻ ടേംസ് ഓഫ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ 19 ഗോളും 11 അസിസ്റ്റും അന്യായ പെർഫോമൻസ് ആണ് റഫീന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ബ്രോ. അപ്പൊ എന്തായാലും നിങ്ങൾ ലലിഗയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്ന് EPL പോവാണ്. ബ്രോ, സിറ്റി പതുക്കെ സൈനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരും കാണാതെ 2 പേരെ സൈൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അവർ കുസ്നോവിനെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോ മാർമോഷിന്റെ കാര്യത്തിൽ ഈ വീക്കിൽ തീരുമാനമാണെന്ന് വിചാരിക്കുന്നു. ഈ 2025 അതെ, അതും കേൾക്കുന്നുണ്ട്. യെസ്. അപ്പൊ ഈ സീസൺ പുള്ളി എവിടെയൊക്കെയാണ് വീക്ക്നെസ് ഉള്ളത് അവിടത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഫോർവേഡ് ഒഫൻസിലേക്ക് ഒരാൾ വരുന്നു, ഡിഫൻസിലേക്ക് ഒരാൾ വരുന്നു. അപ്പൊ എന്താണ് ബ്രോയുടെ അഭിപ്രായം? പുള്ളി സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാനുള്ള പ്ലാൻ ആണോ? സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാനുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷെ മോർ ദാൻ ദാറ്റ് പുള്ളി ടോപ്പ് 4 ആയിരിക്കും ചെയ്യുക. റിയലിസ്റ്റിക്കലി ടൈറ്റിൽ റേസിലോട്ട് എൻട്രി ചെയ്യാൻ പാടാണ്. അല്ല ലിവർപൂൾ അമ്മാതിരി ബോട്ടിലിംഗ് നടത്തേണ്ടി വരും. ലിവർപൂൾ സൈനിങ്സ് ഒന്നും നടത്തിയില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. ലിവർപൂളിലെ ലാസ്റ്റ് 2-3 എസ്പെഷ്യലി ലൂക്കാസ് അല്ല ടോട്ടനാമിനോടും തോറ്റു. പിന്നെ ലീഗിലാണേലും ലാസ്റ്റ് കളി യുണൈറ്റഡിനോട് അഗേൻസ്റ്റ് കുറച്ച് വറിയിങ് ആയിരുന്നു പെർഫോമൻസ് ഒക്കെ. സോ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന ലിവർപൂൾ ടൈറ്റിൽ റേസിൽ തന്നെ നിൽക്കും. അറ്റ്ലീസ്റ്റ് 1-2 അഡീഷൻസേലും FSG കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം സിറ്റി ടൈറ്റിൽ റേസിൽ ഇല്ല. പക്ഷെ
സിറ്റിയാണ് സനീഷ് ബ്രോഡ് പറയേണ്ട ആവശ്യമില്ല, ഒന്നും തള്ളി കളയാൻ പറ്റുന്ന എത്ര പോയിന്റ് ഗ്യാപ്പ് ആണെങ്കിലും. പക്ഷെ എന്തായാലും അവർ ടോപ്പ് 4 എന്തായാലും കാണും. ടോപ്പ് 4 റേസ് എന്തായാലും അവർ തേർഡ് സ്പോട്ടിന് വേണ്ടി ആയിരിക്കും. എന്തായാലും തേർഡോ സെക്കൻഡ് സ്പോട്ട് പറ്റുവാണെങ്കിൽ അത് അവർ എയിം ചെയ്യാനായിട്ട് നോക്കും. ഒസിനോ ഒരു ഒന്നൊന്നര സൈനിങ് കേട്ടോ, അത് ലുക്സ് ഗുഡ്. അവളുടെ PSG മാച്ചിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ സൂപ്പർബാണ്. ആൻഡ് ഉസ്ബെക്കിസ്ഥാൻകാരനാണ്, നമുക്കതൊരു അഭിമാനമായ ഒരു കാര്യമാണ്. ഒരു ഉസ്ബെക്കിസ്ഥാൻ പ്ലെയർ ഒക്കെ പ്രീമിയർ ലീഗിലെ വേൾഡ് ഫുട്ബോളിന്റെ ബെസ്റ്റ് ടീം എന്ന് കറന്റ് ഇപ്പൊ എല്ലാവരും പറയുന്ന സിറ്റി ടീമിലോട്ട് തന്നെ പോവാന്ന് പറയാൻ സംതിങ് സ്പെഷ്യൽ. അതുപോലെ തന്നെയാണ് ഒമർ മർമൂഷ്, ഒന്നൊന്നര സൈനിങ് ആയിരിക്കും. ലാസ്റ്റ് ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി ലാസ്റ്റ് മാച്ച് ആള് കളിച്ചെന്നാണ് പറയുന്നത്. ആ മാച്ചിലും പുള്ളിയുടെ ഗോളിലാണ് അവര് സെന്റ് പോളിക്ക് അഗേൻസ്റ്റ് ജയിച്ചു വരുന്നത്. അവിടുത്തെ ഫ്രീ കിക്ക് ടേക്കറാണ്, പെനൽറ്റി ടേക്കറാണ്, കോർണർ കിക്ക് ടേക്കറാണ്, എല്ലാം പുള്ളിയാണ്. ഓൾ ഇൻ ഓൾ ആണ് ഒമർ മർമൂഷ് ഫ്രാങ്ക്ഫർട്ടിന്റെ. സോ വിത്തൗട്ട് എ ഡൗട്ട് എന്തായാലും ഒരു ഗോൾ കോൺട്രിബ്യൂഷന് ഹാളണ്ട് ഒരു ഹ്യൂജ് റിലീഫ് ആയിരിക്കും ഒമർ മർമൂഷിന്റെ അഡീഷൻ. ആൻഡ് വിക്ടർ റിയൂസിന്റെ കാര്യമാണ് കേൾക്കുന്നത്. അത് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ക്ലബുകളും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഡേവിഡ് ഓൺസ്റ്റീന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാ ക്ലബുകളുടെ റഡാറിലുള്ള ഡിഫൻഡറാണ് വിക്ടർ റിയൂസ്. ഈ സൂവെന്റിയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഇവനെ കിട്ടിയാൽ കൊള്ളാൻ ഞങ്ങളുടെ ആ റൈറ്റ് പ്രൈസിന് വേണ്ടി നോക്കി റയൽ മാഡ്രിഡ് സ്കൗട്ട് ചെയ്താണ്, ബ്രൈറ്റൺ സ്കൗട്ട് ചെയ്താണ്. ബ്രൈറ്റണും റയൽ മാഡ്രിഡും സീരിയസ്ലി നോക്കിയ രണ്ട് പ്ലെയർ ആണ്. സോ സീരിയസ്ലി ഇവർ രണ്ടുപേരെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പറാണ്. സോ ഒന്നും കാണാതെ അവർ നോക്കത്തില്ല. ആ പ്ലെയറിനെയാണ് സിറ്റി എന്നിപ്പോ കൊത്താൻ പോകുന്നത്. സോ മേ ബി 2 സീസൺ കഴിയുമ്പോഴേക്ക് വിക്ടർ റിയൂസും അതുപോലെ തന്നെ ഈ കൊസനോവും ആയിരിക്കും സിറ്റിയുടെ സെന്റർ ബാക്ക് ഡ്യൂ. എന്ത് സംഭവിക്കുക. അതുപോലെ തന്നെ നിക്കോളോ റൊബെല്ലയുടെ പേര് കേൾക്കുന്നുണ്ട്. ഞാൻ ലാസിയോട് 3-4 കളി ഈ സീസൺ അവന്റെ പെർഫോമൻസ് കാണാനായിട്ട് തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ലൈവ് മാച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് അമ്മാതിരി ഇഷ്ടമുള്ള പ്ലെയർ നിക്കോളോ റൊബെല്ല എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പുള്ളിയായിട്ടുള്ള ലിങ്ക്സ് ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വല്ലതും പുൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര പുള്ളായിരിക്കും. ശരിയാണ് ബ്രോ. അപ്പോ ലിവർപൂളിന്റെ കാര്യം ഞാനൊരു ന്യൂസ് കേട്ടിരുന്നത്, മറ്റേ കിച്ച കവർഷീലിയ പുള്ളി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലിവർപൂള് ഒരു ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ന്യൂസ് കേട്ടു. പക്ഷെ പുള്ളിക്ക് ഒരുപാട് പൈസയൊക്കെയാണ് ചോദിക്കുന്നത്. അത്ര പൈസ കൊടുത്ത് FSG കൊണ്ടുവരും എന്നുള്ളത്, എസ്പെഷ്യലി ജനുവരി വിൻഡോയിൽ കൊണ്ടുവരാൻ എന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അല്ല, ഇപ്പൊ കേൾക്കുന്ന പ്രൈസ് 70 മില്യൺ ആണ് ബ്രോ. ഇപ്പൊ ഡീല് കവറസ്കേലിയ PSG ഡീല് പുഷ് ചെയ്യുവാന്ന് കേട്ടു. ആളെ ഇന്നത്തെ മാച്ചിൽ ഒന്നും സ്ക്വാഡിൽ ഇല്ലായിരുന്നു, നാപ്പോളി ഇന്നലെ ജയിച്ച മാച്ച്. കേൾക്കുന്ന റിപ്പോർട്ട് 80 മില്യൺ അവർ ആവശ്യപ്പെട്ടു, 60 മില്യൺ ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 65-70 മില്യൺ ആയിരിക്കും പ്രൈസ് അഗ്രി ചെയ്യുന്ന റൂമറുകൾ ഇപ്പൊ പരക്കുന്നുണ്ട്. ആളുടെ വേജസ് 40,000 യൂറോസേ ഉള്ളൂ. 1,50,000 1,60,000 യൂറോസ് പെർ വീക്ക് ആയിട്ടാണ് PSG വരുത്താനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഈ മാർക്കറ്റിൽ ഇതൊക്കെ ഒന്നുമല്ല ബ്രോ. ഇപ്പൊ FSG ഇമാതിരി പിസിക് കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം 1,60,000 യൂറോസ് പെർ വീക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഒന്നുമല്ല പെർ വീക്ക് പേ. അത് കവർസ്കേലിയൊക്കെ പോലത്തെ ടോപ്പ് ടാലന്റ് പേ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അതിന് എടുത്തു പറയേണ്ട കാര്യം ഇവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ലിവർപൂൾ പ്ലേയേഴ്സ് ആഴ്ചയിൽ 3 കളി കളിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് സിറ്റി, യുണൈറ്റഡ്, ബാർസ, റയലൊക്കെ അന്യായ വേജസ് ആണല്ലോ കൊടുക്കുന്നത്. അവര് അത് ശരിയാണോ എന്ന് ചോദിച്ചെങ്കിൽ പ്ലേയേഴ്സിനെ കൊണ്ട് ആഴ്ച 3 കളി കളിപ്പിക്കുന്നുണ്ട്, 3-4 കളി കളിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, പ്ലേയേഴ്സ് കുറച്ച് കളി കളിച്ചാൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം, അവർക്ക് വേജസ് കുറച്ച് കൊടുത്താൽ മതി എന്നൊക്കെയുള്ള ഡിമാൻഡ് മനസ്സിലാക്കി. ഇത് ഓണേഴ്സ് അവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ലിവർപൂളിന്റെ പ്ലേയേഴ്സും ആഴ്ച 3 കളി 4 കളി കളിക്കുന്നുണ്ട്. ലിവർപൂളിന്റെ പ്ലേയേഴ്സ് ആഴ്ച 2 കളിയോ 1 കളിയോ കളിക്കുന്നു. അവർ 3 കളി 4 കളി സിറ്റി പ്ലേയേഴ്സ് കളിക്കുന്ന പോലെ യുണൈറ്റഡ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. സോ അവര് വേജ് ഡിമാൻഡ് ഇപ്പൊ ലൂയിസ് ഡിയാസ് ഒക്കെ 55,000 യൂറോസ് പെർ വീക്ക് ആണ്. സോ പുള്ളിക്കൊക്കെ എന്തായാലും വേജ് എന്തായാലും കൂട്ടിക്കിട്ടാനായിട്ടുള്ള ഡിമാൻഡുമായിട്ട് ഫ്രണ്ടിൽ പോകും. സോ അവര് ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഈ കവറസ്കേലിയ ഡീൽ പുള്ള് ചെയ്യാനായിട്ടാണ് ലിവർപൂളിന് പുള്ള് ചെയ്യാം. ലിവർപൂളിന് 70 മില്യൺ ഒക്കെ ഇപ്പൊ ഈ മാർക്കറ്റിൽ ഇറക്കും. ഒന്നുമല്ല, അവർക്ക് എപ്പോഴും ഇഷ്യൂ ഇല്ല. 160K പെർ വീക്ക് സാലറി ഓഫർ ചെയ്യുന്നതിന് ലിവർപൂളിന് ഒരു കുഴപ്പം കാണത്തില്ല. റൈറ്റിന് അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് റൈറ്റ് പ്രൈസിന് കിട്ടുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യും. മിക്കവാറും PSG കൊണ്ടുപോകും. അതാണ് സംഭവിക്കാൻ. ലിവർപൂൾ എന്തായാലും അവിടെ നോക്കിയിരിക്കുന്നത്. ബ്രോ, FA കപ്പിൽ വലിയൊരു അപ്സെറ്റ് ആണ് കാണുന്നത്, ആർസണൽ. അപ്പോ എനിക്ക് തോന്നുന്നു ഫാൻസ് ഒക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആർത്തറ്റ ഔട്ടൊക്കെ വിളിച്ചു തുടങ്ങി. കാരണം എത്ര സമയമാണ് വെയിറ്റ് ചെയ്യുക? ഓരോ ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കറബോ കപ്പിന്റെ സെക്കൻഡ് ലെഗിൽ എന്താവുന്ന അറിയില്ല, ന്യൂക്കാസിനെതിരെ തോറ്റു. ഈ FA കപ്പിൽ നിന്ന് പുറത്തുപോയി. ലീഗിലെ സ്ഥിതിയും അത്ര എന്താ പറയുന്നത്, പെർഫോമൻസ് നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. ബ്രോ, ഇപ്പത്തിൽ എന്താണ് പ്രശ്നം? അവർക്ക് എല്ലാ റിസോഴ്സും കൊടുത്തു, 800 മില്യൺ സ്പെൻഡ് ചെയ്തു. ആർത്തറ്റയുടെ സീസണാണ് ഈ സീസൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളി വിചാരിക്കുന്ന സ്ഥലത്തൊന്നല്ല കാര്യങ്ങൾ പോകുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 10 പേരെ വെച്ചിട്ട് 1 മണിക്കൂർ ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി വെരി വെരി ഡിസപ്പോയിന്റിംഗ് അല്ല സിറ്റുവേഷൻ. 100% ഇന്നലെ ഇന്നലെ ആർസണലിന്റെ പെർഫോമൻസ് ഓവറോൾ ഡൗൺ ആയിരുന്നു. പക്ഷെ എന്നാലും റെഗുലർ ടൈമിൽ കായ് ഹാവേർട്സിന്റെ 2 സിറ്റർ മിസ്, അത് എങ്ങനെ പോസ്റ്റിന്റെ ഫ്രണ്ടിൽ കിട്ടി? എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ബ്രോ, അതെങ്ങനെ പുള്ളി മിസ് ചെയ്തത്. ഒരു വേറെ ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ അവസാനത്തെ ആ സാധനം ബ്രോ എനിക്ക് അറിയത്തില്ല എന്ത്. കായ് ഒരു പ്രോപ്പർ നമ്പർ 9 റൺസ് ഒക്കെ നടത്തുന്നത് സമ്മതിച്ചു. പക്ഷെ ഫിനിഷിങ് വളരെ മോശമാണ്. ഇപ്പം
എല്ലാരും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അർട്ടേറ്റനെ ബ്ലെയിം ചെയ്യണോ, പ്ലേയേഴ്സ് ഫിനിഷ് ചെയ്യാത്ത അർട്ടേറ്റയുടെ കുഴപ്പമാണോ എന്നുള്ളൊരു ആർഗ്യുമെന്റ് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അർട്ടേറ്റയ്ക്ക് അറിയാമായിരുന്നല്ലോ ലാസ്റ്റ് സീസൺ ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഈ ടീമിൽ ഒരു പ്രോപ്പർ നമ്പർ 9 ആവശ്യമുണ്ട് ചില അതെ സിറ്റുവേഷൻസ് തോന്നിയത്. ഈ സീസണിലോട്ട് വരുമ്പോഴേക്കും വേണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എന്നിട്ടും പുള്ളി ആ 45 കാലിഫിയോറി മോശം സൈനിങ് ആണെന്നല്ല, പക്ഷെ 45 മില്യൺ കൊണ്ട് പുള്ളി ഇറക്കിയത് ഒരു കാലിഫിയോറിയിലാണ്. മേ ബി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ട്രൈക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനിപ്പം കഴിഞ്ഞ ദിവസമാണ് ദീപക് ബ്രോയോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് എഫക്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന്. ഇപ്പോഴും പക്ഷെ അവർ ഒരു സീരിയസ് സെന്റർ ഫോർവേഡായിട്ട് ഒരു ലിങ്ക്സും ഇപ്പം കാണുന്നില്ല. എന്തുകൊണ്ട് ആർസണൽ ലിങ്ക് ചെയ്യുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ മാച്ചിന് ബ്രോ എക്സ്പെക്ടഡ് ഗോൾസ്, ഇപ്പം ന്യൂകാസൽ മാച്ചിനും എക്സ്പെക്ടഡ് ഗോൾസ് എങ്ങാണ് 3 അടുത്തുണ്ടായിരുന്നു, ഇന്നലെ അതിനടുത്തുണ്ടായിരുന്നു, ഇന്നലെ 3 പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു. ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. ആൻഡ് മറ്റൊരു ബ്ലെയിം ചെയ്യേണ്ട അർട്ടേറ്റ ഓവർലി സെറ്റ് പീസ് ഡിപെൻഡൻസിലോട്ട് പോകുന്നുണ്ടോ, കാരണം പലപ്പോഴും ഇന്നലെ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നല്ല റൺസ് നടത്തിയിട്ട് പെനൽറ്റി ബോക്സിൽ, അതായത് ഒപ്പോണന്റ് മാൻ യുണൈറ്റഡിന്റെ ബോക്സ് ഏരിയയിലോട്ട് എത്തിയതിനു ശേഷം അവിടെ എന്നാ പറയാ ഒരു സോഫ്റ്റ് ഫ്രീ കിക്സും സോഫ്റ്റ് കോർണേഴ്സും ഒക്കെ വിൻ ചെയ്യാനായിട്ട് അവർ ഓവർലി ശ്രമിച്ചുകൊണ്ടിരിക്കുക. റാദർ ദാൻ അറ്റാക്കിംഗ് ദ ബോസ് അവർ ആ ഒരു കോർണേഴ്സോ ഫ്രീ കിക്കോ നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കോർണറിൽ അവരുടെ സ്ട്രാറ്റജീസ് പ്രോബബ്ലി ഇപ്പോൾ ഒപ്പോണൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടീമിനും ടാക്ടിക്കലി ഗ്രേറ്റ് മാനേജേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അവരുടെ കോർണർ സ്ട്രാറ്റജി ഒപ്പോണൻസ് സ്റ്റഡി ചെയ്യുകയും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ കോർണർ എഫ് സി എന്ന് കുറെ പേര് കളിയാക്കി വിളിക്കുന്നത് എക്സാക്ട്ലി നമ്മൾ അതല്ല, അവരുടെ ഫിലോസഫി അതല്ല. പക്ഷെ എന്നാലും ആ ഒരു സിസ്റ്റത്തിലോട്ട് അഥവാ ആ ഒരു ലൂപ്പ് ഹോളിലോട്ട് അവർ വീണു പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അർട്ടേറ്റനെ ഇവർ ആർസണൽ സൈൻ ചെയ്തത് ഈ ഫുട്ബോൾ കളിക്കാനല്ല, അത് ഞാൻ ഗ്യാരണ്ടി ആണ്. നമ്മൾ അർട്ടേറ്റ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു സീസണിൽ ഓവർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചുകൊണ്ട് ടൈറ്റിൽ റേസിന് പോയൊരു സംഭവമാണ്, സമ്മതിച്ചു. പക്ഷെ എന്നാലും ആർസണൽ ഫാൻസ് അർട്ടേറ്റയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പെപ് ഗാർഡിയോളയുടെ ടൈപ്പ് ഓഫ് ഫിലോസഫിയോ അല്ലെ ഇപ്പൊ സ്ലോട്ട് കാണിക്കുന്ന പോലെ ആ ഒരു ബാലൻസ്ഡ് അറ്റാക്കിംഗ് കുഴപ്പമില്ലാത്തൊരു ഡിഫൻസ്, അതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പുള്ളിയും സ്റ്റക്കാണ്. ഡിഫെൻഡ് ചെയ്യണോ അറ്റാക്ക് ചെയ്യണം, ഒരു കളി ഓവർ ഡിഫൻസീവ്, അടുത്ത കളി പുള്ളി കുറച്ച് ഓപ്പൺ ആവും. ബ്രൺഫോർഡ് മാച്ചിൽ അത്യാവശ്യം ഓപ്പൺ ആയിട്ട് കളിച്ചു, എന്നിട്ട് 3-1 വിക്ടറി നേടിക്കൊണ്ടുവന്നു. തൊട്ടടുത്ത ബ്രൈറ്റൺ മാച്ചിൽ ചെന്നിട്ട് എന്തെന്ന് അറിയാതെ ആപ്പാടെ പകച്ചു നിൽക്കുന്ന ഒരു ആർസണൽ. പിന്നെ ന്യൂകാസൽ മാച്ചിൽ നല്ല എക്സ്ട്രാ അഗ്രസീവ് ഓപ്പൺ ആയിട്ട് കളിച്ചു, 2 എണ്ണം വഴങ്ങി. പുള്ളി കഴിഞ്ഞ യുണൈറ്റഡ് മാച്ചിൽ എന്താ പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഓവറോൾ ബ്രോ ഇഷ്യൂ ആണ് ബ്രോ. കാരണം ഈ പ്ലേയേഴ്സിനെ വെച്ച് ഒരു എക്സാക്ട് സിസ്റ്റം നമുക്ക് ഇപ്പോഴും എന്താന്ന് മനസ്സിലാവുന്നില്ല അർട്ടേറ്റ ഉദ്ദേശിച്ചത്. ശരിയാണ് ബ്രോ. അപ്പൊ അമോറിത്തിന് എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുന്ന റിസൾട്ടാണ് കിട്ടിയത്. കാരണം 10 വരെ വെച്ച് ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം, അത് ആർസണലിനെതിരെ പെനാൽറ്റി വരെ എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പെനാൽറ്റി എടുക്കാൻ കൊടുത്തൊക്കെ യങ്സ്റ്റേഴ്സിനാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തി ലെനി യോറോക്ക് പെനാൽറ്റി കൊടുക്കുന്നു, അമാദിന് യോറോ പെനാൽറ്റി കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും സ്കോർ ചെയ്തു. എനിക്കത് പിള്ളേര് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് അമോറിത്തിന് അണ്ടർ കളിക്കുന്നു എന്നാണ് തോന്നുന്നത്. 100% പുള്ളി ഇപ്പൊ റാഷ്ഫോർഡിനെ തന്നെ ടീമിൽ നിന്ന് ഔട്ടാക്കി തെറ്റാന എക്സാമ്പിൾ ആണ്. ഗെർനാച്ചോനെ ചില മറി പുള്ളി പുറത്തിരുത്തിയതുണ്ട്. ഗെർനാച്ചോയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിരുന്നു. റോളി കഴിഞ്ഞ കളിയിലും ലിവർപൂളിനെ അഗേൻസ്റ്റ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആള് നല്ല വർക്ക് ലോഡ് കൊടുത്തു. ഇന്നത്തെ മാച്ചിലും ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം, ബെഞ്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, നല്ല വർക്ക് ലോഡ് ആൾ കൊടുക്കുകയും ചെയ്തു. ആൻഡ് മൈനോ ആൻഡ് ലുഗാർട്ടയുടെ ഇംപ്രൂവ്മെന്റ് സൂപ്പറാണ്. മസ്റായും ഡാലോട്ടും അവർ കംഫർട്ടബിൾ റോൾ നല്ലതിലും അവരിപ്പോ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, എസ്പെഷ്യലി മസ്റായി. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് മച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പുള്ളിക്ക് ഒരു പ്രീ സീസണോ ഒന്നും കിട്ടിയിട്ടില്ല, ഓരോ ആഴ്ച ബ്രേക്ക് കിട്ടി. അതായത് 1 വീക്കോളം പുള്ളിക്ക് ലിവർപൂൾ മാച്ചിന്റെ ഇടയ്ക്ക് അങ്ങനെ 4 ദിവസം ബ്രേക്ക് കിട്ടി. ഒരു പ്രോപ്പർ ടീമെ ടാക്ടിക്കലി പുള്ളി ഒരു പ്രോപ്പർ ഡിഫൻസീവ് സ്ട്രക്ചർ കാണിച്ചത്. ഈ മാച്ചിന് മുമ്പ് ഒരാഴ്ചയോളം പുള്ളിക്ക് ബ്രേക്ക് കിട്ടി. പ്രോബബ്ലി ആ ഒരു 5-6 മിനിറ്റ് അല്ലെ, ആ റെഡ് കാർഡ് ഇൻസിഡന്റിന്റെ ഒരു 5-6 മിനിറ്റ് ആ ഒരു കോൺസെൻട്രേഷൻ പോയത് ഒഴിച്ചു നിർത്തിയാൽ യുണൈറ്റഡ് പ്രോപ്പർ ആയിട്ട് വന്നു. ആൻഡ് ഹാരി മഗ്വാന്റെ പെർഫോമൻസ് ഒക്കെ എണ്ണീറ്റ് ഒന്ന് കൈയടിക്കുന്ന പെർഫോമൻസ് ആണ്. അപ്പൊ ഇമാതിരി കംബാക്ക് ഒക്കെ നടത്തുക. അതുപോലെ ലിസാൻഡ്രോയും ഡിലൈറ്റും ലെനിയോറ ഇറങ്ങുമ്പോൾ ലെനിയോറോ ആണേലും, അതുപോലെ ഇന്നലെ കൊല്ലേർ എന്നൊന്നും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അവരെ ചെക്കൻ ഒരു രക്ഷയില്ലായിരുന്നു. അവനൊക്കെ ഇറങ്ങിയ ശേഷം പ്രസിംഗിന്റെ കാര്യത്തിലാണ്, ബോൾ ക്യാരിങ്ങും എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ആർസണൽ ജയിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൺ പേപ്പർ ആർസണലിനേക്കാൾ ഒരു വീക്കർ സൈഡാണ് യുണൈറ്റഡ്. ലീഗ് പൊസിഷൻ വെച്ച് നോക്കാനായിട്ടാണ്, ഓവറോൾ നോക്കാനാണ്. സോ ആർസണലിന്റെ എമറേറ്റ്സ് വന്നിട്ട് ഒരു അണ്ടർഡോഗ് കളിച്ച് തന്നെ അവര് വിക്ടറി നേടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അമോറിയമിനും മോർ ദാൻ ദാറ്റ് ഇന്നലെ പുള്ളി പോസ്റ്റ് മാച്ച് പറഞ്ഞ പോലെ ഈ പ്ലേയേഴ്സിന്റെ ക്യാരക്ടറിനും മാർക്ക് കൊടുക്കണം. പക്ഷെ എടുത്തു പറയേണ്ടത് മഗ്വയറിന്റെ ക്യാരക്ടറാണ്. അതുപോലെ ബൈന്ദർ, പലരും ഈ മാച്ചിന് മുമ്പ് ഒരു ഗോൾ പുറകിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സേവ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത സേവ്സ്, 6ഓളം കിട്ടില്ല സേവ്. ഷൂട്ട് ഔട്ടിലും പുള്ളി ആ ഒരു സേവ് കൂടാതെ മിക്കതും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യും. അതാണ് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞു ബ്രോ. ചെൽസി ഡിഫൻഡേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിൽ നിന്ന് ഒരു ഡിഫൻഡർ നോക്കുന്നുണ്ട്, പിന്നെ ചലബേനെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ട്. അവരുടെ ഡിഫൻസ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ അവർ സെറ്റാണോ ഈ സീസണിൽ? അവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സെറ്റാണോ?
എനിക്ക് ഡിഫൻസിൽ ഒരു ഇപ്പൊ അറ്റാക്കിലാണ് ബ്രോ. ഡിഫൻസീവിൽ ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഈ സീസൺ സ്റ്റാർട്ടിൽ പല ചെൽസി ഫാൻസർ പറഞ്ഞാൽ ഡിസാസി ടോസി മിന്നോങ് ഡിസാസിനെ വെച്ച് ഈ സീസൺ പോകുന്നത്. അതുപോലെ ബാദിയാഷ് ഭയങ്കര മിസ്റ്റേക്ക് പ്രോണാണ്. ഫൊഫാനയ്ക്കോ കോൾവിലിനോ എപ്പോഴും ഒരു ഇഞ്ചുറി പറ്റിയാലും ചെൽസി കൂടെ എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഈ ഒരു ഹൈ ലൈൻ കളിക്കുന്ന ഈ ഒരു സൈഡ്. സോ അത് ഇഷ്യൂ ആണ്. സോ ഇപ്പൊ കേൾക്കുന്ന പേര് ഗുയിയുടെ പേരാന്ന് തോന്നുന്നു, ക്യാപ്റ്റൻ. സോ പുള്ളിനെ കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും, മോശമാണെന്നല്ല. പക്ഷെ വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, വേറൊരു അച്ചംബിയോങ് എന്ന് പറയുന്ന ഒരു ചെക്കനെയൊക്കെ കഴിഞ്ഞ കളിയൊക്കെ ഇറക്കി യൂസ് ചെയ്യുന്ന കണ്ടു. ഈ ലുക്സ് ഓക്കെ, പക്ഷെ അവരൊന്നും പ്രീമിയർ ലീഗിന് വേണ്ടി സെറ്റ് ആയിട്ടില്ല. എനിക്ക് അപ്പ് ഫ്രണ്ട് ആണ് ബ്രോ. ഇപ്പം ചെൽസിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ, ചെൽസിയുടെ ഡിഫൻഡേഴ്സും വെച്ച് അവർക്ക് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ പാടാണ്. അത് ചെൽസി ഒരു ടൈറ്റിൽ റേസിലില്ല, അവർ ടോപ്പ് 4 റേസിലാണുള്ളത്. അത് ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത. ഈവൻ ഇപ്പൊ അവർ ഒരു നല്ല റൺ നടത്തിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന കാര്യം. ആ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് അപ്പ് ഫ്രണ്ട് ഗോൾസ് കൺവേർട്ട് ചെയ്തേ പറ്റും. 1-2 കളിയൊക്കെ ഒരു മോശം മാച്ചാണ്. ബട്ട് ഇപ്പം നിക്കോളാസ് ജാക്സൺ കുഴപ്പമില്ല സ്റ്റാർട്ട് ആക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ കുറെ മാച്ചുകളായിട്ട് കുറെ സിറ്റർ മിസ്സുകൾ നിക്കോളാസ് ജാക്സൺ നടത്തുന്നുണ്ട്. സോ എനിക്ക് ഡിഫൻസിലെ അഡീഷൻ വേണ്ടെന്നല്ല, പക്ഷേ ചെൽസിക്ക് ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ടാണ് പ്ലാൻ എങ്കിൽ അപ്പ് ഫ്രണ്ട് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ കൊണ്ടുവന്നേ പറ്റും. അത് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. കാരണം ഇങ്ങനെ ചാൻസുകൾ മിസ് ചെയ്യാതെ പോലെ 1-0 ലീഡ് എടുത്തതിന് ശേഷം കോവി 2-0 3-0 ആക്കാനായിട്ടുള്ള അവസരങ്ങൾ വരും. അവസാനം മിക്കവാറും 80 മിനിറ്റ്സിന് ശേഷമായിരിക്കും ഒപ്പോണന്റ് ഒരു ഈക്വലൈസർ ഗോൾ അടിക്കുന്നത്. സോ അതുകൊണ്ട് ആ രണ്ടാമത്തെ ഗോളോ മൂന്നാമത്തെ ഗോളോ കിട്ടുന്ന അവസരങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അപ്പ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ചെൽസി എക്സ്പോസ്ഡ് ആവും. അത് എത്ര നല്ല ഡിഫൻസീവ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ എക്സ്പോസ് ആയി. ഇപ്പൊ ആർസണൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ആർസണൽ ഡിഫൻസീവ് സ്ട്രക്ചർ, ഡിഫൻസീവ് യൂണിറ്റ് അത്യാവശ്യം ഓൺ പേപ്പർ ഗ്രേറ്റ് യൂണിറ്റ് ആണ്. അവർ പ്രോപ്പറായി ഡിഫെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പ് ഫ്രണ്ട് ഗോൾസ് വരാത്ത മാച്ചുകളിൽ അവരും ഇതാവും, വൾണറബിൾ ആവും. അവിടെ മേ ബി 1-2 ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മൂവ്മെന്റ്സ് വന്നാൽ മതി, ഒപ്പോണൻസ് ഒരു ഗോൾ അടിച്ച് ഈക്വലൈസിംഗ് ഗോളോ അല്ലെങ്കിൽ വിന്നർ ഗോളോ അടിച്ച് പണി കൊടുക്കും. ന്യൂകാസൽ മാച്ച് ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് അതിനുള്ളത്. സോ ഗോൾസ് സ്കോർ ചെയ്തില്ലെങ്കിൽ ഡിഫെൻസീവ്ലി എന്താ പറയാ നമ്മളും ഗോൾസ് ലീക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഫുട്ബോളിന്റെ ഒരു ഫിലോസഫിയാണ്. സോ ഒരു ബാലൻസ് വേണം രണ്ടത്. താങ്ക് യു സോ മച്ച് ബ്രോ ജോയിൻ ചെയ്തല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.